അമിത്ഷാ യുഗം അവസാനിച്ചു. സോഷ്യൽ മീഡിയ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. ഒരിടത്ത് പോലും അമിത്ഷായുടെ മുഖം കാണാനേയില്ല. എന്താണ് അമിത്ഷാക്ക് സംഭവിച്ചത്? അറിയാൻ രാജ്യത്തെ ജനങ്ങൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. പറഞ്ഞു വരുന്നത്, രണ്ടാം NDA സർക്കാർ അധികാരത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് അത് രണ്ടാം മോദി സർക്കാർ എന്നാണ്. പക്ഷേ അതൊരിക്കലും രണ്ടാം മോദി സർക്കാർ ആയിരുന്നില്ല, മറിച്ച് ഒന്നാം അമിത്ഷാ സർക്കാർ ആയിരുന്നു. മോദിയെ പിന്തള്ളി അമിത്ഷാ ഗോളടിച്ച് അമിത്ഷാ നയിച്ച ഒരു സർക്കാരാണ് രണ്ടാം NDA സർക്കാർ. കാരണം അമിത്ഷാ തന്നെയായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. കശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞ താൻ എന്തോ ഒരു വീരപുരുഷനാണ് എന്ന് സ്വയം തെളിയിച്ച് മാധ്യമങ്ങളിൽ നിറഞ്ഞു തുള്ളി കൃത്യമായ രീതിയിൽ BJPക്ക് വേണ്ടതെല്ലാം താൻ ചെയ്യുന്നു എന്ന് വരുത്തി തീർത്ത് അമിത്ഷാ നിറഞ്ഞു തുള്ളിയപ്പോൾ മോദി ഒരുപാട് പിന്നിലായി എന്നുള്ളത് സത്യമായ കാര്യമാണ്. അത് കഴിഞ്ഞ രണ്ടാമത്തെ നീക്കം അമിത്ഷാ നടപ്പിലാക്കുന്നു. NRC കൊണ്ടുവരുന്നു, സിറ്റിസൺ അമെൻമെന്റ് ആക്ട് കൊണ്ടുവരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അമിത്ഷാ BJPയിലെ താരമായി മാറുന്നു. മോദിക്ക് വേണ്ടിയിട്ട് ജയ് വിളിച്ചവർ ആ വിളി മാറ്റിയിട്ട് അമിത്ഷാക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്നു. മോദി ഒരുപാട് പിന്നിലേക്ക് പോകുന്നു. പിന്നീടുള്ള ചിത്രങ്ങളിലൊക്കെ, പിന്നീടുള്ള വാർത്തകളിലൊക്കെ അമിത്ഷാ തന്നെയാണ്. സോണിയാഗാന്ധിയുടെ SPG സുരക്ഷ റദ്ദ് ചെയ്യുന്നു, രാഹുൽ ഗാന്ധിയുടെ SPG സുരക്ഷ റദ്ദ് ചെയ്യുന്നു. അങ്ങനെ കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കം നടത്തിയിട്ട് അമിത്ഷാ മുന്നോട്ട് പോകുന്നു. പാർലമെന്റിലെ അമിത്ഷായുടെ വാക്കുകൾ അങ്ങനെ നമുക്കാർക്കും മറക്കാനാവില്ല. ഞാൻ അധികാരത്തിൽ വന്നത് വെറുതെ അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടി മാത്രമല്ല, ഇന്ത്യയെ നന്നാക്കാനും കൂടിയാണ്. ആ ലക്ഷ്യം ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഉടൻ തന്നെ അതിനെതിരെ ഒരുപാട് സ്വരങ്ങൾ ഉയർന്നു വന്നു. എന്താണ് ഇന്ത്യയെ നന്നാക്കുക കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? മുസ്ലിം വിരോധമാണോ? മുസ്ലിങ്ങളില്ലാത്ത ഒരു ഇന്ത്യയെയാണോ നിങ്ങൾ സ്വപ്നം കാണുന്നതെന്ന് പോലും പലരും ചോദിച്ചു. ആ വസ്തുതയിലേക്ക്, ആ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ് പിന്നീടുള്ള അമിത്ഷായുടെ നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അമിത്ഷായെ വലിയ ഭയത്തോടു കൂടി തന്നെയാണ് നോക്കിക്കണ്ടത്. കാരണം എല്ലാ തരത്തിലുള്ള നീചമായ കാര്യങ്ങൾ തന്നെയാണ് അമിത്ഷായിൽ നിന്നും ഈ രാജ്യം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ മെയ് 30 ഒരു വർഷം തികയാൻ വേണ്ടി പോകുന്ന രണ്ടാം NDA സർക്കാർ ഇപ്പോൾ അമിത്ഷായുടെ മുഖം പുറത്തു വിടുന്നില്ല. എന്തു പറ്റി അമിത്ഷാക്ക്? പഴയ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നരേന്ദ്രമോദി തന്നെ വരുന്ന ഒരു കാഴ്ച കാണുമ്പോൾ എന്താണ് അമിത്ഷാക്ക് സംഭവിച്ചത്? അമിത്ഷായെ പിന്നിലാക്കിയതാണോ, അതോ അമിത്ഷാക്ക് എന്തെങ്കിലും സംഭവിച്ചതാണോ? എവിടെയും അമിത്ഷാ ഇല്ല, ഒരു മാധ്യമങ്ങളിലും അമിത്ഷാ ഇല്ല. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ട് പോലും അമിത്ഷാ ഒരക്ഷരം മിണ്ടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു തരത്തിലുള്ള പ്രസ്താവന പോലും ഇറക്കാൻ തയ്യാറായിട്ടില്ല. ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തേണ്ടത് ആഭ്യന്തരമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പോലീസിനാണ് മൊത്തം ചുമതല എന്ന് പറയുന്നത്. അങ്ങനെ പോലീസിന്റെ മന്ത്രിയായിട്ടുള്ള, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഈ വിഷയത്തിലൊന്നും കൃത്യമായ ഒരു ഇടപെടൽ പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് പച്ചയായ സത്യമാണ്. അപ്പോഴാണ് ഏഷ്യാനെറ്റ് പോലെയുള്ള മുൻനിര മാധ്യമങ്ങൾ ഈ വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പല ചോദ്യങ്ങളുമായി വരുന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ നരേന്ദ്രമോദി തന്നെ വന്നു എന്ന് ഏഷ്യാനെറ്റിന്റെ ഇന്നത്തെ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. അമിത്ഷാക്ക് എന്ത് സംഭവിച്ചു എന്നുകൂടി നിങ്ങൾ പറഞ്ഞു തരണം. ഒപ്പം ഡ്രൈവിംഗ് സീറ്റിലേക്ക് മോദി തന്നെ വന്നു അല്ലേ? ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.